വീട് തിരക്കേടില്ല. പറമ്പ് എത്ര സെന്റ് ഉണ്ടെന്നാ പറഞ്ഞത്? ഒരു 10-75 സെന്റ് കാണും. തെങ്ങിന് കായ്ഫലം കുറവാ. അത് സാരമില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം സാറ് വന്ന് നന്നായിട്ട് വളമിട്ട് കൊടുത്താൽ മതി. നേരെ ഇത് തന്നെയാ വീട്. വീട് തെറ്റിയതല്ല, കാറിൽ നിന്ന് ഇറങ്ങിയപ്പോ മൂപ്പരൊന്ന് മൂരി നിവർന്ന് നിന്നതാ. താമസ സ്ഥലത്ത് നിന്ന് ഇവിടം വരെ 10-25 കിലോമീറ്ററോളം കാറിൽ ഒറ്റ ഇരിപ്പിരുന്നുള്ള യാത്രയല്ലേ? അതെ അതെ. അപ്പോ ഇന്ന് ലീവ് എടുത്തായിരിക്കുമല്ലേ? അതെ. ഞാൻ ആ പേരൽ കോളേജിൽ നിന്ന് ഉടനെ രാജിവെക്കും. പ്രിൻസിപ്പൾ വിടാത്തത് കൊണ്ട് അങ്ങനെ നിൽക്കുക. ഹിന്ദി MA എഴുതിയിട്ടുണ്ട്. റാങ്ക് കിട്ടുന്നതാണ് പ്രതീക്ഷ. ചെണ്ടയാട് കോളേജിൽ ഒരു ലെക്ചർ പോസ്റ്റിന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെ, നാരായണൻ നായർ പറഞ്ഞു. ഉവ്വോ, കുട്ടിയുടെ അമ്മയായിരിക്കും. അല്ല, ഞാൻ അച്ഛനാണ്. അതല്ല, അവിടെ. അത് അമ്മയാണ്. നമസ്കാരം അമ്മേ. നല്ല ഐശ്വര്യമുള്ള അമ്മ അല്ലേ? ഉമ്മയെ വിളിക്ക. ഇപ്പൊ വരും. സ്ക്വാഷ് എടുക്കുക. ചായ മതിയായിരുന്നു. ചായയൊക്കെ പഴഞ്ചനായി അവള് പറയുന്നത്. ആണോ? എന്നാ പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ അല്ലേ? അതെ അതെ. ഹലോ. ഇപ്പോഴത്തെ കുട്ടികളല്ലേ സാരി ഉടുക്കില്ല, ഈ വേഷമൊക്കെ മതിയെന്ന് അവള് പറയണത്. സാരി വേണോന്ന് എനിക്കും വലിയ നിർബന്ധമൊന്നുമില്ല. എന്നാ പിന്നെ അവര് സംസാരിക്കട്ടെ. അച്ഛാ, അത് നാണിക്കാനൊന്നുമില്ല കുട്ടി. അതല്ല അച്ഛാ. നിങ്ങൾ സംസാരിക്ക, ഞങ്ങൾ ഇപ്പൊ വന്നേക്കാം. വലിയ നാണക്കാരിയാണെന്ന് തോന്നുന്നു. ഇല്ല, ചെറിയ നാണേ ഉള്ളൂ. സത്യം പറഞ്ഞാ നമുക്കധികം സംസാരിക്കാനൊന്നുമില്ല. പിന്നെ എല്ലാരും കൂടി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയ സ്ഥിതിക്ക് എനിക്കും കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല. ഞാൻ ഊട്ടി ലൗഡേലി പഠിച്ചതാ, +2 വരെ. പക്ഷേ ഡിഗ്രി എടുക്കാൻ കഴിയാഞ്ഞതുകൊണ്ടും അച്ഛന്റെ ബിസിനസ് പൊളിഞ്ഞ് സാമ്പത്തികമായി ഞങ്ങൾ അല്പം വീക്കായതുകൊണ്ടും അച്ഛൻ എന്റെ കാര്യത്തിൽ അല്പം വറീഡാ. പാരലൽ കോളേജിൽ മാഷായാലും മതിയെന്ന് അച്ഛൻ തീരുമാനം എടുത്തത് അതുകൊണ്ടാ. ദാറ്റ് ഐ ഡോണ്ട് മൈൻഡ്. ബട്ട് കുട്ടി വെജിറ്റേറിയൻ ആണോ? അല്ല. ഞാനും അല്ല. ഓപ്പണായിട്ട് സംസാരിക്കാലോ? അയ്യോ, ഞാൻ ഭയങ്കര ഓപ്പണാ. എല്ലാ പെൺകുട്ടികൾക്കും അവരെ കെട്ടാൻ പോകുന്ന ആളിനെ കുറിച്ച് ചില സങ്കല്പങ്ങളൊക്കെ കാണുമല്ലോ. ചില ഭാര്യ സങ്കല്പങ്ങളൊക്കെ എനിക്കുണ്ട്. സോറി കേട്ടോ, എന്റെ സങ്കല്പത്തിലുള്ള ആളേ അല്ല നിങ്ങൾ. എത്തിയോ? പ്രിൻസിപ്പൽ തന്നെ കണ്ടോ? നേരെ ഉത്തരായടോ. ഇത് കുട്ടിയല്ലല്ലോ. കുടിച്ചാണ്. എന്നാൽ സാരമില്ല. പോയ കാര്യം എന്തായി? വൈകുന്നേരം ഞങ്ങൾക്ക് ഒരു പൈൻ്റ് അടിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവോ? നമുക്കത് ശരിയാവില്ല. എന്തു പറ്റി? എനിക്ക് പെണ്ണിനെ പിടിച്ചില്ല. കുട്ടിയുടെ ഫോട്ടോ വന്നായിരുന്നല്ലോ. നേരിട്ട് മഹാബോർ. ശരിയാവൂല. അതവിടെ ഇല്ല മാഷെ. ഏതാ സാർ? മാഷെന്താ തരേണത്? സാറിന് ഇല്ലെന്ന് പറഞ്ഞു. ആനത്തല. എടോ, അല്പം കൂടി ഉത്തരവാദിത്ത ബോധം വേണം. സ്ഥിരമായിട്ട് പെണ്ണ് കാണാൻ നടക്കുകയാണെങ്കിൽ ഈ പണി നിർത്തി സ്ഥലം കാലിയാക്കാൻ നോക്ക്. സാർ, പെണ്ണ് കാണാനൊന്നും പോയതല്ല. വരുന്ന വഴിക്ക് ആകാശം ഇടിഞ്ഞു വീണ് 10 പേര് ചത്തു. പെണ്ണ് കാണാൻ പോലൊക്കെ ഒരാളുടെ പ്രൈവറ്റ് അഫയർ ആണ്. അത് പബ്ലിക്കായി വിളമ്പുന്നത് തോന്നിയാസാണ്. ഞങ്ങളൊന്നും വിളമ്പില്ല. താൻ വരാൻ വൈകിയപ്പോ പ്രിൻസിപ്പൽ ഇങ്ങോട്ട് പറയായിരുന്നു പെണ്ണ് കാണാൻ പോയതായിരിക്കും ആ പെൺകൊന്നെന്ന്. ഞങ്ങൾ പിന്നെ തിരുത്താനൊന്നും പോയില്ല. ഈ അവർ ഇല്ലേ? ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. സച്ചിദാനന്ദ് ഹീരാനന്ദ് വാസ്യാനന്റെ കാവ്യമാണ് ഇന്നലെ നമ്മൾ തുടങ്ങി വെച്ചത്. എന്താണ് ആ കാവ്യത്തിന്റെ പേര്? ഹമാരാ ദേശ്. അച്ഛാ, ഈ കവിയുടെ പ്രത്യേകതകളെ പറ്റിയും ഞാൻ ഇന്നലെ ഇവിടെ പറയുകയുണ്ടായി. ये सच्चिदानंद हीरानंद वात्स्यायन अपने रुचि के अनुसार नई भाषा और नई शैली शिल्प का प्रयोग किया. वे हिंदी में प्रयोगवादी कवि समझे जाते हैं. പെൺകുട്ടിക്ക് എന്ത് പ്രായം വരും സാർ? क्या? वो कौन है? സാറിന് പെണ്ണ് കെട്ടി കണ്ടാ മതിയായിരുന്നു.
भारत गांवों का देश है और भारत की संस्कृति गांवों की संस्कृति है. അടുത്ത പെണ്ണുകാണൽ എന്താണ് സാർ? ചുപ്പ് രഹോ ബേവ്കൂഫ്. ഞാൻ ഈയിടെ മുക്കന്നൂര് പോകുന്ന വഴിക്ക് എടവന മാർക്കറ്റിൽ ഒന്ന് കയറി നോക്കി. അവിടെ എല്ലാ സാധനങ്ങളും ഭയങ്കര ചീപ്പ്. ഉത്തർപ്രദേശിൽ കോട്ടുവ എന്ന സ്ഥലമുണ്ട്, അവിടെയാ ഏറ്റവും ചീപ്പ്. നമുക്ക് എല്ലാവരും കൂടി അങ്ങോട്ട് പോയാലോ? തക്കാളിക്ക് എന്താ വില? കിലോ 5 രൂപ. 5 രൂപയോ? 3 രൂപക്ക് കൊടുക്കുവോ? എന്തോ പോട്ടെ 3.25. ഇത് വിൽപ്പനയ്ക്കല്ല, കാഴ്ചക്ക് വെച്ചതാ. സാറന്മാർ നടന്നാട്ടെ. അവിടെ ആ കടയിൽ നോക്കാം. ഇയാളുടെ കൂടെ നടന്നാൽ നമ്മൾ നാറും, ചിലപ്പോ അടിയും കിട്ടും. വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമുക്ക് സ്ഥലം വിടാന്നേ. അരിക്കടയിൽ അയാൾ അടുപ്പിക്കാനേ പാടില്ല. വില കുറവാണെന്ന് കണ്ടാൽ പുഴുത്ത് നാറി അറിയാലും അത് മതി എന്ന് പറയും. ശരിയാ. ആ കടയില് സാധനങ്ങൾ ചുമ്മാ എടുക്കുന്നു. അല്ല, ആ കടയിൽ തക്കാളിക്ക് 4.95 ഉള്ളൂ. ബാർഗെയിൻ ചെയ്താൽ ഇനിയും കുറയും. എന്നാ മാഷി എന്ന് ബാർഗൈൻ ചെയ്തോണ്ടിരിക്കും. വില ഉറക്കുമ്പോഴേക്കും ഞങ്ങൾ വരാം. അത് മതി, അത് മതി. അവിടെ എല്ലാ സാധനങ്ങളും പൊതുവെ ഇത്തിരി ചീപ്പ്. ഓ, എന്നാ ചെല്ല് ചെല്ല് വേഗം ചെല്ല്, ചെല്ല്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ നിന്ന് തന്നെ പെട്ടെന്ന് അങ്ങ് ഒരു വാങ്ങാം. കിലോ ക്യാബേജ്. ചീര വാങ്ങി. ഇങ്ങനെ പോയാൽ ഇത് എവിടെ ചെന്ന് നിൽക്കും? ഞാനും ഷെയർ എടുക്കേണ്ടതല്ലേ? എന്നെ ബാർഗെയിൻ ചെയ്യാൻ വിട്ടിട്ട് തോന്നിയ വിലക്ക് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു. ഞങ്ങൾക്ക് ഇത് മാത്രമല്ല പണി. ഓ, വേഗം ചെന്ന് ചീട്ടുകളി തുടങ്ങണല്ലോ. അല്ല മാഷെ, അത്യാവശ്യത്തിന് തണ്ണിയടിയും ചീട്ടുകളും ഇല്ലെങ്കിൽ പിന്നെ എന്തോന്ന് ജീവിതം. എന്നാൽ ഭാവിയെ പറ്റി ചിന്ത വേണ്ടോ? ഈ ഒരു നക്കാപ്പിച്ച ജോലിയും വെച്ചോണ്ട് ഭാവിയെ പറ്റി എന്തോ ചിന്തിക്കാം മാഷെ. വേറെ വല്ല കൊള്ളാമെന്ന് ഏർപ്പാടാവുന്നവരെയുള്ള ഒരു ഇടത്താവളം മാത്രമല്ലേ ഇത്? ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പൊ എത്ര രൂപ ഉണ്ട്? എന്ത് ആ ഉള്ള എന്നെ വീട്ടിലെ കുരുമുളക് വിറ്റതും മറ്റൊക്കെ ആയിട്ടുള്ള കാശാ. ലോകകപ്പ് ഫുട്ബോൾ തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഒരു TV സംഘടിപ്പിക്കണം. അതെന്താ മാഷെ ചിരിച്ചത്? അല്ല എങ്ക മാഷെ, ഇത്തവണ ബ്രസീലിന് ചാൻസ് ഉണ്ടോ? അതൊന്നും പറയാൻ പറ്റില്ല. സോക്രട്ടീസും സീക്കോയും ഫോമിൽ വരണം. കറുത്ത കുതിര ഫ്രാൻസാ. മാർട്ടിനീസ് ഇൻ ഫുൾ ക്രൈ. ബാൻ ചെയ്ത കളിക്കാരനായ ഇറ്റലിയുടെ പോളറോസയും വെസ്റ്റ് ജർമ്മനിയുടെ റൂമനിക്കയും നിർണായക ശക്തികളായിരിക്കും. മാഷെ ഇതൊന്നും പിടിച്ചേ. എന്നെ സഞ്ചരിക്കുന്നുണ്ടല്ലേ? നിങ്ങൾ പിടിക്കോ? അപ്പൊ ഞാനിത് രണ്ടും കൂടെ വിഴുങ്ങോ? അതാണ് കാര്യമല്ലേ? നടക്ക് മാഷെ. നടക്ക്. അതെ, ഒന്ന് നിൽക്കണേ. ഇതാണ് ഗോപാലകൃഷ്ണൻ മാഷ്. മൂപ്പര് ഒളിച്ച് പുറമെ പിടിച്ചിരിക്കുന്ന സഞ്ചിയിൽ അരിയാ, പിന്നെ ചീര്. നിങ്ങളെ കണ്ടാലുള്ള ചമ്മൽ ഒഴിവാക്കാനാണ് ഇതിങ്ങനെ പുറകെ ഒളിച്ചേക്കുന്നത്. പോട്ടെ. ബോറന്മാര്.